നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ കണ്ണൻ തന്റെ കീർത്തനങ്ങൾ നിരന്തരം പാടിടുവാൻ കണ്ണുകൾ നിറയും നല്ല ഭക്തി നൽകണേ കാമക്രോധ ലോഹങ്ങളെ മതമാത്സര്യാദികളെ ഭൂമാക്തിയിൽ ദഹിപ്പിക്കും ഭക്തി നൽകണേ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണനും ഒന്നു തന്നെ എന്ന സത്യം കരളിൽ നിറയും കൃഷ്ണ ഭക്തി നൽകണേ പലവട്ടം ജപിച്ചാലും പോരാ പോരാ എന്നു തോന്നും പവനേശ നാമങ്ങളിൽ ഭക്തി നൽകണേ നാരായണ 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 രാധാ ഗോവിന്ദ പൂന്താനവും മേപ്പത്തൂരും കോട്ടൂരും നൽവള്ളിയൂരും പൂന്തേ പോലെ രുചിച്ചോര ഭക്തി നൽകണേ വൃന്ദാവന ഗോപികൾക്കു ബ്രഹ്മസത്യം പകർന്നോര ബ്രഹ്മലമാം നിഷ്കളങ്ക ഭക്തി നൽകണേ നാരായണ 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 രാധാ ഗോവിന്ദ ഭാഗവത സപ്താഹത്തിൽ നാമഘോഷം മുഴക്കുവാൻ നാമൂയത്തും നാരായണ ഭക്തി നൽകണേ ഭാഗവത രസികന്മാർ ആനന്ദത്താൽ നൃത്തം വയ്ക്കും മുക്തി പോലും കുമ്പിടുന്ന ഭക്തി നൽകണേ നാരായണ 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 രാധാ ഗോവിന്ദ കണ്ണന്റെ കീർത്തനങ്ങൾ നിരന്തരം പാടിടുവാൻ കണ്ണുകൾ നിറയും നല്ല ഭക്തി നൽകണേ ഭക്തി വേണമെന്നാകിലോ ലജ്ജ വിട്ടു നാമം ചൊല്ലു ഭക്തജനദാസൻ കൃഷ്ണൻ ഭക്തി നൽകിടും നാരായണ 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 രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ ഗോവർദ്ധനാദ്രിയെ കുടപോലുയർത്തിയ ഗോപാലനാണെന്റെ കണ്ണൻ അമ്മിഞ്ഞ നൽകമ്മേ എന്നു കിണുങ്ങുന്ന അമ്മുണ്ണിക്കുട്ടനൻ കണ്ണൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ പൂവാലി പശുവിന്റെ വാലിൽ പിടിച്ചോടി പൂഴിയിൽ വീഴുന്ന ബാലൻ പൂർണ്ണേന്ദുമുഖിയാകും രാധികാദേവിക്കു പൂർണ്ണത നൽകിയ കാന്തൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ
ഹരി ഗോപാല ഗോപാല കൃഷ്ണ മാമയിൽ കിളിയണിഞ്ഞിടിൽ മോദത്താൽ മൈരാട്ടം ചെയ്യുന്ന കണ്ണൻ മാനസെ ഭക്തിയോടൊന്നു വിളിക്കുകയിൽ മാറോടു ചേർക്കുന്ന ദേവൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ യോഗികൾ പോലും പീഡിക്കുവാൻ മോഹിക്കും യോഗേശ്വരനാണ് കണ്ണൻ പട്ടേരി തൻ മുന്നിൽ പൊട്ടിച്ചിരിച്ചോടും കുട്ടിക്കൂറുമ്പനൻ കണ്ണൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ അന്ധവധൂജന ബന്ധനത്തിൻ മുന്നിൽ നന്നായി നടിച്ചവൻ കണ്ണൻ നാമസങ്കീർത്തന വേദിയിൽ സാമോദം നാമങ്ങൾ ചൊല്ലുന്ന ബാലൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ ഗോപിക മാനസ കൂരിരുട്ടിനോട് പൂനിലവാകിയ ചന്ദ്രൻ അജ്ഞാനമാകുന്ന കൂരിരുൾ നീക്കിടും ജ്ഞാന ജ്യോതിയാം സൂര്യൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ അവരുമായെത്തിയാന്തന ഭക്തൻ ഹരികോടെ പൂജിച്ച ഭക്തൻ കെട്ടനെ പോലെ വെളുക്കുവാൻ ഭാവിച്ചു പാലിൽ തോന്നിക്കുന്ന കണ്ണൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ ഗോപികമാരുടെ ചാരത്തണഞ്ഞോരോ കോമാളി കാട്ടുന്ന ബാലൻ കാളിയപ്പത്തിയിൽ കാമാരിയെ പോലെ മണ്ഡപമാടിയ കണ്ണൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ ചന്ദ്രനെ വേണമെന്ന അക്ഷരമോടുന്ന ചഞ്ചല നേത്രൻ കണ്ണൻ ചന്ദ്രമുഖിയാകും രുക്മിണി ദേവി തങ്ക വന്നൊരു കള്ളൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ നന്ദവധൂജന ബന്ധനത്തിൻ മുന്നിൽ നന്നായി നടിച്ചവൻ കണ്ണൻ നാമസങ്കീർത്തന വേദിയിൽ സാമോദ നാമങ്ങൾ ചൊല്ലുന്ന ബാലൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ ഗോവർദ്ധനാട്ടിയെ കുടപോലുയർത്തിയ ഗോപാലനാണെന്റെ കണ്ണൻ അമ്മിഞ്ഞ നൽകമ്മേ എന്നു കേളുന്ന അമ്മുണ്ണിക്കുട്ടൻ കണ്ണൻ ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരി ഗോപാല ഗോപാല കൃഷ്ണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ കഥകൾ ചതുർത്ഥ സ്കന്ധത്തിലേക്ക് എത്തുമ്പോൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങളെ കുറിച്ച് 4 കഥകളായിട്ട് പറഞ്ഞു തരുന്നു. അതിൽ ദക്ഷയാഗവും ധ്രുവചരിത്രവും നമ്മളെ വലിയ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കഥകളും കഥകൾക്കുപരി അതിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായ തത്വങ്ങളെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. കഥകളാകുന്ന ആ മാധുര്യം കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് ഈ കലികാല ദുഃഖങ്ങളിൽ നിന്ന്, സംസാര ദോഷങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഭേഷജം ആണ് ഭാഗവതം. ഇവിടെ ദക്ഷനും ധ്രുവനുമുണ്ട്. ദക്ഷൻ എല്ലാം തൻ്റെ കാൽക്കീഴിലാക്കിയിട്ടുള്ള ഒരാള്, ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അതുകൊണ്ടാണ് ധാതുരതിലാളനയ എന്ന് പട്ടേരിപ്പാട് തുറന്നു പറഞ്ഞത്. അച്ഛൻ്റെ ലാളന കൊണ്ട് കുറച്ച് അപകടക്കാരനായി മാറി ദക്ഷൻ. എന്നാൽ മറ്റൊരാള് അച്ഛൻ ലാളിക്കാൻ മറന്നുപോയപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പദത്തിലേക്ക് എത്താൻ സാധിച്ചാണ്. ഒരാൾക്ക് എല്ലാം ഉണ്ടായിരുന്നു, ഭഗവത് ഭക്തി ഉണ്ടായില്ല. മറ്റേയാൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഭഗവാന്റെ കാര്യത്തിൽ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധ്രുവൻ എന്ന പേര് ആ ഉണ്ണിക്ക്.
മറ്റേയാൾക്ക് ദക്ഷൻ എന്നാണ് പേര്. സമർത്ഥനാണ്. സാമർഥ്യം കൊണ്ട് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കില്ല. മറിച്ച് അവിടെ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയാണ് വേണ്ടത് എന്ന് കാണിക്കുന്നു. അതുകൊണ്ടാണ് ദക്ഷന്റെ കഥയിൽ നമ്മൾ കാണുന്നു, മഹാദേവനെ അപമാനിച്ചു. മഹാദേവന് മാനാപമാനങ്ങളുള്ള ആളല്ല. കാരണം മാനം, അപമാനം, നിന്ദ, സ്തുതി, പുരസ്കാരം, തിരസ്കാരം, സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, ഇങ്ങനെയുള്ള ദ്വൈതങ്ങളൊന്നും ഈശ്വരന്മാർക്കില്ല. നമുക്കാണ് അത്തരത്തിലുള്ള രണ്ട് എന്നുള്ള ചിന്ത. ഏകനായി ആത്മാരാമനായിരിക്കുന്ന സാക്ഷാൽ കൈലാസേശ്വരനെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്ന് ചുരുക്കം. അപ്പൊ ഈ ദക്ഷയാഗ കഥ പറയുന്നതിന് മുമ്പ് അവിടെ അത്രിയുടെ പുത്രഭാവത്തിൽ ഭഗവാൻ ആ ത്രിമൂർത്തികൾ അവതരിച്ചതായിട്ടുള്ള രംഗവും അവിടെ ഒന്ന് സൂചിപ്പിച്ചു. ഭഗവാന്റെ ആ മഹാവിഷ്ണുവിൽ നിന്ന് ദത്താത്രേയനും ബ്രഹ്മാവിൽ നിന്ന് സോമനും അതേപോലെ മഹാദേവനിൽ നിന്ന് ദുർവാസസും അത്രിയുടെയും അനസൂയയുടെയും പുത്രഭാവത്തിലുണ്ടായി. പിന്നെ രാവണന്റെ ജന്മത്തിന്റെ കാര്യമൊക്കെ അവിടെ ഒന്ന് ഇങ്ങനെ സൂചിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു, മൂർത്തിപുത്രനായി നരനാരായണന്മാരായി ഭഗവാൻ അവതരിച്ചു. മൂർത്തി സർവഗുണോത്പത്തിർ നരനാരായണ ഋഷി. ആ രംഗവും ഒന്നാമത് സൂചിപ്പിച്ചു. അങ്ങനെ കഥ പറഞ്ഞ് വരുമ്പോഴാണ് ഈ മഹാദേവന്റെ ദക്ഷന്റെ ദർപ്പത്തെക്കുറിച്ചും ദക്ഷിണാമൂർത്തിയോടുള്ള ദേഷ്യത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോഴാണ് ആ കഥ പറയുന്നത്. ആ ദേഷ്യം കാരണം എന്തായി? തന്നെ വേണ്ട പോലെ മാനിച്ചില്ല എന്നുള്ളത് കൊണ്ട്, തൻ്റെ മുമ്പിലിരിക്കുന്ന തൻ്റെ പുത്രിയുടെ ഭർത്താവായിരിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛന്റെ സ്ഥാനത്ത് ആദരിക്കേണ്ടുന്നതിന് പകരം ഞാൻ വേദിയിലേക്ക് കടന്നു വന്നപ്പോ എന്നെ എഴുന്നേറ്റ് ആദരിച്ചില്ല. എഴുന്നേറ്റ് ആദരിക്കാത്തത് ആരൊക്കെയാ? ഒന്ന് ബ്രഹ്മാവും, മറ്റത് ഈ ശിവനും. ഇവനെ ശിവൻ എന്നല്ല വിളിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. കാരണം ഇവൻ അശിവനാണ് എന്നൊക്കെയാണ് ദക്ഷന്റെ വാദം. മഹാദേവന്റെ എന്തൊക്കെ ഗുണഗണങ്ങളാണോ ഭക്തന്മാർ വാഴ്ത്തുന്നത്, സർപ്പധാരിയായി അല്ലേ, ചിതാഭസ്മം ധരിച്ച് ആ പുലിത്തോലും ആനത്തോലും ഒക്കെ ധരിച്ച്, ചില സമയത്ത് നഗ്നനായി ഭൂതഗണങ്ങളോടുകൂടി തൃശൂലമെടുത്തുകൊണ്ട് ശ്മശാനത്തിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന കൈലാസത്തിന്റെ നാഥനായിരിക്കുന്ന ഭഗവാനെ, ഇതൊക്കെ ഭഗവാന്റെ ദോഷങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവൈർ ദേവഗണാധമ എന്ന് പറഞ്ഞു. ദേവന്മാരുടെ ഗണത്തിലെ ഏറ്റവും അധമനാണ് എന്നാണ് ദക്ഷൻ ഉദ്ദേശിച്ചത്. സത്യത്തിൽ എന്താണ്? ദേവന്മാരെ തൻ്റെ ആ ശക്തി കൊണ്ട്, തൻ്റെ ചൈതന്യം കൊണ്ട് അധമന്മാരാക്കി, അവരെക്കാൾ മുകളിലിരിക്കുന്ന മഹാദേവനാണ് എന്ന്. പിന്നെ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് താനും. കാരണം സർപ്പമാലയാണ് ധരിക്കുന്നത്, താണ്ഡവ നൃത്തം ആടുന്നു, ഇതൊക്കെ ദക്ഷൻ പറഞ്ഞു ശരിയാണ്. ഇതിന് നിന്ദാസ്തുതി എന്നൊരു ഭാഷ സങ്കല്പം ചെയ്യാറുണ്ട്. നമ്മൾ ഇനി രാജസൂയ യാഗവേദിയിൽ കാണും, വർണ്ണാശ്രമ കുലാപേത സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി ഗുണൈർഹീന എന്നൊക്കെ ഭഗവാനെ വിളിക്കുന്ന ശിശുപാലന്റെ വാക്കുകൾ. ഇതൊക്കെ ഭഗവാനെ സംബന്ധിച്ച് ശരിയാണ്. എന്താ പറഞ്ഞത്? വർണ്ണവും ആശ്രമവും ഇല്ലാത്തവൻ. ശരിയാണ്. ഭഗവാന് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല ഭഗവാൻ. ഭഗവാൻ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല. ന സ്ത്രീ ന പുമാൻ എന്നൊക്കെയാണ് ഭഗവാനെ കുറിച്ച് ഗജേന്ദ്രൻ തന്നെ സ്തുതിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് നിന്ദാസ്തുതി. അതേപോലെ മഹാദേവനെ കുറിച്ചും ഇങ്ങനെ, ഇനി മുതൽ നിനക്ക് ഈ യജ്ഞങ്ങളിൽ യജ്ഞഭാഗമില്ലാതെ ആയി പോവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ഈ ശാപത്തെയും അനുഗ്രഹത്തെയും ഒരുപോലെ കാണുന്ന മഹാദേവനുണ്ടോ വല്ല കുലുക്കോ? മഹാദേവനെ ശപിച്ചും കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ആ ദക്ഷനെ അവിടെ നന്ദികേശ്വരൻ ശപിച്ചു. നിനക്ക് ഞാൻ എന്നുള്ള അഹങ്കാരമാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് മേ 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 എന്ന് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു ആടിനെ പോലെ മേ 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 എന്ന് കരയാൻ ഇടവരട്ടെ. നിന്റെ കഴുത്ത് നഷ്ടപ്പെടട്ടെ. നിന്റെ കഴുത്തിൽ നിന്റെ തല നഷ്ടപ്പെടുമ്പോൾ ആ കഴുത്തിൽ ഒരു ആടിന്റെ തല വെച്ച് ജീവിക്കാൻ ഇടവരട്ടെ. ആട് ഭോഗലാലസതയുടെ
പ്രതീകമാണ്. ആടിനെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനിയായി എന്നാണ്. ദേഹാഭിമാനം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ആത്മാഭിമാനിയല്ല. ആത്മാവിനെ ഒരാൾക്കും ദ്രോഹിക്കാൻ സാധിക്കില്ല, അപമാനിക്കാൻ സാധിക്കില്ല. ഇപ്പം അപമാനം എന്ന് തോന്നിയത് ദേഹാഭിമാനം ഉള്ളത് കൊണ്ടാണ്. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും സമാധാനം ഭാഗവതം പറഞ്ഞു തരും. ഒരാൾ നമ്മളെ സ്തുതിച്ചു, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മുടെ സ്വഭാവത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒരു മാറ്റവും വരുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും അത് വളരെ നന്നായി. ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഒരു മാറ്റവും വരുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കും. ഒരാൾ നമ്മളെ സ്തുതിച്ചാൽ നമ്മൾ സന്തോഷിക്കും. സത്യത്തിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മുടെ പ്രാരബ്ധമനുസരിച്ച് ഇതൊക്കെ വേണ്ടത് മാത്രം, ഈശ്വരൻ നമുക്ക് നൽകുന്നത് മാത്രം എന്ന് ചിന്തിക്കാറായാൽ ജീവിതം ഒരുപാട് 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 വ്യത്യാസമുള്ളതായിട്ട് മാറും. പലപ്പോഴും എന്നോ നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഇന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദുഃഖിച്ചത് കൊണ്ട് ആ കാര്യത്തിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നത് മറ്റൊരു സത്യം. ചില ആളുകളൊക്കെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അയാളോടൊപ്പം കഴിഞ്ഞ നല്ല നാളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ആ ചിന്ത പോലും നമ്മളെ ദുഃഖമുണ്ടാക്കുന്നു. നമ്മൾ കരഞ്ഞത് കൊണ്ട് ഇന്നേ വരെ ഒരാൾ തിരിച്ചു വന്നിട്ടില്ല. ഇതൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയാണ് വേണ്ടത്. ഇവിടെ ഭഗവാൻ അതാ കാണിച്ചു തന്നത്. ദക്ഷൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ ഭഗവാൻ ഇറങ്ങിപ്പോയി. അപ്പൊ ദക്ഷന് കുറച്ചുകൂടി ദേഷ്യം വന്നു. ദക്ഷൻ പറഞ്ഞു, ഉടനെ തന്നെ ഒരു യാഗം നടത്തണം, ബൃഹസ്പതി സവം എന്നുള്ള യാഗം. യാഗത്തിന്റെയൊക്കെ ലക്ഷ്യം എന്താ? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യാഗം. ഈശ്വര പ്രീതി ഭക്തിയോടുകൂടി ചെയ്താലേ യാഗം ഭഗവാൻ സ്വീകരിക്കും. അത് എന്തുമാവട്ടെ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. അപ്പൊ ഭക്തിയോടുകൂടി അല്ലെങ്കിലോ അത് വെറും ഒരു കർമ്മമായിട്ട് അധപ്പതിക്കും. ഭക്തി ഉണ്ടെങ്കിലാണ് അത് ധർമ്മമായിട്ട് തീരുക. അപ്പൊ ഇവിടെ ഈ ദക്ഷന്റെ യാഗത്തിന് സകല ആളുകളെയും ക്ഷണിച്ചു, സതീദേവിയെ മാത്രം ക്ഷണിച്ചില്ല. കാരണം സതി തനിക്ക് പ്രിയപ്പെട്ട മകളാണ് എന്നുള്ളതല്ല ദക്ഷൻ ചിന്തിച്ചത്, മറിച്ച് സതി ശിവന്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് ശിവനെ ക്ഷണിക്കേണ്ട, സതിയെ ക്ഷണിക്കേണ്ട. തന്റെ മറ്റ് 15 കുട്ടികളെയും ക്ഷണിച്ചു പ്രത്യേകമായിട്ട്, സതിയെ മാത്രം ക്ഷണിച്ചില്ല. സതിക്ക് വല്ലാത്ത വിഷമായി. അച്ഛൻ ക്ഷണിക്കാതിരുന്നത് അത് മനഃപൂർവ്വമാവില്ല, അച്ഛൻ വിട്ടുപോയതാവും. എല്ലാവരെയും ക്ഷണിച്ച കൂട്ടത്തില് എന്നെയും ക്ഷണിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഭഗവാനെ നമുക്ക് അവിടെ യാഗത്തിന് പോകണ്ടേ? മഹാദേവൻ പറഞ്ഞു, പോവാതിരിക്കുകയാണ് നല്ലത് അല്ലേ? വിജ്ഞാതാർത്ഥോപി, എല്ലാം അറിയുന്ന ആളാണ് ഭഗവാനെങ്കിലും സതിയുടെ നിർബന്ധത്തിന് വഴങ്ങി സതിയെ ആ യാഗത്തിന് പോകാൻ സമ്മതം കൊടുത്തു. ഭഗവാൻ അറിയാമല്ല, ഇനിയൊക്കെ സംഭവിക്കാൻ പോണത് ഭഗവാൻ അറിയാതെ ഒന്നും നടക്കില്ല. എങ്കിലും അവിടെ ഭഗവാൻ ലീലയാടുകയാണ്. ദക്ഷന്റെ ദർപ്പത്തെ ലോകത്തിന് കാണിച്ചു തരികയാണ്. അങ്ങനെയുള്ളവരുമായിട്ടുള്ള ചങ്ങാത്തം നമുക്ക് പോലും നാശത്തിന് കാരണമാകും എന്ന് കാണിക്കുകയാണ്. പക്ഷേ അപ്പോഴും സതി വേറിട്ട വ്യക്തിത്വമായിട്ട് അവിടെ കാണുന്നു എന്നുള്ളതാണ്. അവിടെ നന്ദികേശ്വരന്റെ പുറത്ത് ഭൂതഗണങ്ങളോടുകൂടി വാൽക്കണ്ണാടി പിടിച്ച് വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ച് സതീരത്നം പാതിവ്രത്യത്തിന്റെ പ്രതിരൂപമായിരിക്കുന്ന അല്ലെ, ഭവാനീവ ഭവം പ്രഭും എന്നൊക്കെയാണ് സതിയെ കുറിച്ച് പറഞ്ഞത്. ആ സതീ ദേവി അവിടുന്ന് ചെല്ലണു, യാഗശാലയിലേക്ക് എത്തി. അമ്മയും സഹോദരിമാരും സതിയെ സ്വീകരിക്കാനായിട്ട് ചെന്നപ്പോഴേക്കും ദക്ഷൻ കോപാകുലനായി അവരെ നോക്കി. അതോടുകൂടി അവർ പിന്മാറി. സതി നോക്കി, തന്നെ അപമാനിക്കുന്നതിൽ സതിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. പക്ഷേ മഹാദേവന് യജ്ഞഭാഗം വെച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോ അത് വല്ലാത്ത വേദനയാണ്. സതീദേവി പറഞ്ഞു, അച്ഛനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിവ എന്ന 2 അക്ഷരം ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ആ 2 അക്ഷരങ്ങൾ ആരാണോ തൻ്റെ രസനയിൽ ചേർത്ത് വയ്ക്കുന്നത്, അയാൾ ചണ്ടാളനാണെങ്കിൽ പോലും ഏറ്റവും നീചമായ തലത്തിൽ നിന്ന് പോലും അയാളെ
പുണ്യത്തിന്റെ ആ പരിപക്വമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ഭഗവാന്റെ നാമം. അതുകൊണ്ട് ആ നാമത്തെ സ്വീകരിക്കാതെ ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല എന്ന് പറയുമെങ്കിലും ഞാൻ വേണമല്ലോ. എന്നിട്ടും ലക്ഷ്യം കൂട്ടാക്കുന്നില്ല. അപ്പൊ സതി വിചാരിച്ചു, ഇനി തനിക്ക് കരണീയമായിട്ടുള്ളത് ഈ ശരീരം ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം 3 വഴികളാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലുള്ളത്. ഒന്ന്, അത് പറയുന്ന ആളുടെ ആ നാവ് പിഴുതെടുത്ത് കളയും. അത് തനിക്ക് സാധിക്കുമോ? തനിക്ക് സാധിക്കില്ല, തൻ്റെ പിതാവാണ്. മറ്റൊന്ന്, താൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോവുക. പക്ഷേ മഹാദേവന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഇനി സാധിക്കില്ല. അച്ഛന്റെ മകൾ, ദക്ഷന്റെ മകൾ എന്നുള്ള രീതിയിൽ ദക്ഷപുത്രി എന്നും ദാക്ഷായിണി എന്നും ആ ദക്ഷിണാമൂർത്തി തന്നെ വിളിക്കുമ്പോ ആ ദയാമൂർത്തിയുടെ കാരുണ്യത്തിന് മുമ്പിൽ കണ്ണ് നിറയുകയും ആനന്ദം അനുഭവിക്കുകയൊക്കെ ചെയ്ത കാലം ഉണ്ടായിരുന്നു. ദക്ഷപുത്രിയാണ് താൻ എന്ന് അഭിമാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അഹങ്കാരിയായ ദക്ഷപുത്രിയാണ്, അഹങ്കാരിയായ ദക്ഷന്റെ പുത്രിയാണ് താൻ എന്ന് വരുമ്പോ ഇപ്പോ അഭിമാനമില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പാതാരവിന്ദങ്ങളെ അലങ്കരിക്കാനുള്ള കൂവളത്തിലെയായി മാറിയ അടിയന്റെ ജന്മം ഈ ദക്ഷന്റെ സ്വാർത്ഥതയുടെ പുഴുക്കുത്തേറ്റ് പൂജയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു തിരിച്ചുപോക്കില്ല കൈലാസത്തിലേക്ക്. ഇനി മൂന്നാമത് എന്താ വഴി? മൂന്നാമത് ദക്ഷനിൽ നിന്ന്, ദക്ഷന്റെ ഔദാര്യമായി തനിക്ക് കിട്ടിയ ഈ ശരീരത്തെ ഇവിടെ ഉപേക്ഷിക്കും. ഈ പ്രാരബ്ധം ഇവിടെ തീരട്ടെ. പ്രണവസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമഃശിവായ എന്ന പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് താൻ ഉടുത്തിരുന്ന മഞ്ഞപ്പെട്ടുകൊണ്ട് ദേഹത്തെ ആവരണം ചെയ്ത് തന്റെ യോഗശക്തി കൊണ്ട് യോഗാഗ്നിയെ ജ്വലിപ്പിച്ച് എല്ലാവരും നോക്കി നിൽക്കെ തന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു സതി. ഭൂതഗണങ്ങൾ യുദ്ധത്തിനായിട്ട് വന്നു. അവിടെ ദക്ഷപക്ഷപാതിയായിരിക്കുന്ന ഭൃഗു, ഋഭുക്കൾ എന്നു പേരുള്ള കുറെ ദേവന്മാരെ സൃഷ്ടിച്ച് ഈ ഭൂതഗണങ്ങളെ മുഴുവൻ അടിച്ചു ഓടിച്ചു. വിവരം പറഞ്ഞു മഹാദേവൻ. നാരദനാണെന്ന് പറഞ്ഞത് അതിനു മുമ്പേ എല്ലാം അറിയുന്ന സംഹാരരുദ്രൻ തന്റെ ഭക്തയുടെ, തന്റെ പ്രിയപ്പെട്ടവളുടെ ദേഹത്യാഗത്തിന് കാരണം ദക്ഷന്റെ ദർപ്പമാണ് എങ്കിൽ ആ ദർപ്പത്തെ ഇല്ലാതെയാക്കണം, നന്ദികേശ്വരൻ പറഞ്ഞ വാക്കുകൾ സത്യമാക്കണം എന്ന് തീർച്ചപ്പെടുത്തി തന്റെ ജടയിൽ നിന്ന് ഒരു രോമം പറിച്ചെടുത്ത് നിലത്ത് ആഞ്ഞടിച്ചു. അതിൽ നിന്നും അതിഭീകരമായിരിക്കുന്ന, അതിഭയങ്കരമായിരിക്കുന്ന ഒരു സ്വരൂപം ദാ പുറത്തേക്ക് വന്നു. ആകാശത്ത് മുട്ടി നിൽക്കുന്ന ആകാരം, സഹസ്രബാഹുർ ഖനരു ത്രിസൂര്യതൃക്ക, 1000 കൈകൾ, കരാളദംഷ്ട്രോജ്വലദഗ്നിമൂർധചകപാലമാലി വിവിധോദ്യതായുധ, 1000 കൈകളിൽ ആയുധങ്ങളൊക്കെ ധരിച്ച് കപാലമാല ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ വീരഭദ്രൻ ചോദിച്ചു, തം കിം കരോമീതി ഗൃണന്തമാഹ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആ ദക്ഷന്റെ യജ്ഞത്തെ തകർത്തു വരാൻ അവിടുന്ന് നിർദ്ദേശം കൊടുത്തു. കാലനെ കുത്തിക്കോർത്ത തന്റെ തൃശൂലം വീരഭദ്രന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഉദ്യമശൂലം ജഗദന്തകാന്തകം സപ്രാദ്രവൽഘോഷണഭൂഷണാംഘ്രി. അവിടുന്ന് ചെല്ലുമ്പോ യാഗശാലയിലുള്ള വ്യക്തികളൊക്കെ പേടിച്ചു. കാറ്റ് വീശണില്ല. എന്താ കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ, ഇത് എന്താണ്? കാരണം അതേപോലെ തന്നെ കള്ളന്മാരിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ? അതുണ്ടാവില്ല. പ്രാചീന ബ്രിഹിഷാണ് രാജ്യം ഭരിക്കണത്. അപ്പൊ പിന്നെ അതും ഉണ്ടാവാൻ കഴിയില്ല. ഇതെന്താണ്? കാലം അവസാനിക്കുകയാണോ, പ്രളയകാലം എന്നുള്ളത് പോലെ അവർ പേടിച്ചു നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെന്നു എന്ന് തന്നെയല്ല, സകലതിനെയും തകർത്തെറിഞ്ഞു. അവിടെ ഹോമാഗ്നിയിലേക്ക് മൂത്രപുരീഷങ്ങൾ വീഴ്ത്തി അതിനെ അശുദ്ധമാക്കി സകലതും തകർത്തെറിഞ്ഞു. ഭൃഗു താടിരോമങ്ങൾ തടവി ചിരിച്ചു എന്നുള്ളത് കൊണ്ട് ഭൃഗുംബന്ധ, ഭൃഗുവിനെ പിടിച്ചു കെട്ടിയിട്ട് താടിരോമങ്ങൾ പറിച്ചു കളഞ്ഞു.
താടി ഇല്ലാതെയായി ഭൃഗുവിന്. പിന്നെയോ അതേപോലെ പൂഷാവിന്റെ പല്ലുകൾ അടിച്ച് കൊഴിച്ചു, മിത്രന്റെ കണ്ണുകൾ കുത്തി തുരന്നു കളഞ്ഞു, പത്നിമാരെ അടിച്ചു ഓടിച്ചു. അവിടുന്ന് ദക്ഷനെ ഇങ്ങോട്ട് പിടിച്ചു. ദക്ഷനെ പിടിച്ചിട്ടോ ഈ യാഗപശുവിനെ ഇല്ലാതെയാക്കുന്നത് പോലെ മൂക്കും വായുവും പൊത്തിപ്പിടിച്ച് കഴുത്ത് മുറിച്ച് നേരെ ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു. അഗ്നയെ ഇതം നമഃ. ഇങ്ങനെ ദക്ഷന്റെ കഴുത്ത് മുറിഞ്ഞു. ദർപ്പത്തിന്റെ അഹങ്കാരത്തിന്റെ പ്രതിരൂപമാണ് ശിരസ് എന്ന് പറഞ്ഞത് അല്ലേ? അഹങ്കരിക്കുന്ന ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ അതിലിങ്ങനെ തല പൊക്കി പിടിച്ച് നടന്നാൽ നമ്മൾ പറയാം കുറച്ച് അഹങ്കാരിയാണ് എന്ന് പറയും. ഇതേപോലെ ആ അഹങ്കാരം എപ്പോഴാണ് ഇല്ലാതെയാവുക? തല താഴണം എന്നാണ്. സകല ചരാചരങ്ങളുടെ മുമ്പിലും തല താഴ്ന്നിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ശ്രീകോവിലേക്ക് കടക്കുമ്പോൾ എത്രയോ വലിയ ക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ വാതിൽ മാത്രം നല്ല താഴെയായിരിക്കും. തല താഴ്ത്തി വേണം എൻ്റെ അടുത്തേക്ക് വരാൻ എന്ന് ഭഗവാൻ പറയാതെ പറഞ്ഞു തരുന്നു. അതിനുള്ളൊരു എളുപ്പമാർഗമായിട്ടാവാം ഒരു പക്ഷേ. ഏതായാലും ആ ദക്ഷനെ ഗ്രഹിച്ച് യാഗശാലയ്ക്ക് തീയും കൊടുത്ത് പ്രാതിഷ്ഠൽ ഗുഹ്യകാലയം അവിടുന്ന് തിരിച്ച് പോന്നു ഈ വീരഭദ്രൻ. അടികൊണ്ടോടിയ ദേവന്മാരൊക്കെ ബ്രഹ്മാവണം ശരണം ചെയ്യൂ, ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് അവരെയും കൊണ്ട് ഭസ്മൊക്കെ ധരിച്ച് രുദ്രാക്ഷമാല അണിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് കൈലാസത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ സാക്ഷാൽ ഭഗവാനെ ഇങ്ങനെ കണ്ടു. അങ്ങകലെയായി തസ്മിൻ മഹായോഗമയേ മുമുക്ഷു ശരണേ സുരാ ദദൃശുശിവമാസീനം ത്യക്താമർഷമിവാന്തകം സനന്ദനാദ്യൈർ മഹാസിദ്ധൈ ശാന്തൈ സംശാന്ത വിഗ്രഹം ഉപാസ്യമാനം സഖ്യാ ച ഭർത്രാ ഗുഹ്യകരക്ഷസാം ഉപവിഷ്ടം ദദ്ഭമയ്യാം വൃസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛത്തെ ശൃണ്വതാം സതാം ബാഹും പ്രകോഷ്ഠേ ക്ഷമാരാമാസീനം തർക്കമുദ്രയാ കൃത്വോരോ ദക്ഷിണേ സവ്യം പാദപത്മം ച ജാനുനി. തന്റെ ഇടത്തെ തൃക്കാല് വലത്തെ തൃത്തോടയിലേക്ക് വെച്ച് തർക്കമുദ്രയോടുകൂടി തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശാന്തമൂർത്തിയായിരിക്കുന്ന മഹാദേവനെ അങ്ങനെ കണ്ടു. കാക്കൽ വീണ നമസ്കരിച്ചു ബ്രഹ്മാവ്. ത്വമേവ ധർമാർത്ഥ ദുഃഖാഭിപത്തയേ ദക്ഷേണ സൂത്രേണ സസർജിതാധ്വരം ത്വയൈവ ലോകേ വസിതാശ്ച സേതവോ യാ ബ്രാഹ്മണ ശ്രദ്ധധതേ ധൃതവ്രത. ഇവിടെ സ്തുതിച്ചിട്ട് ബ്രഹ്മാവ് പറയാണ്, ഏഷതേ രുദ്ര ഭാഗോസ്തു യദുച്ഛിഷ്ടോദ്ധരസ്യ വൈ. യാഗത്തിൽ ഇനി ബാക്കി വരുന്നത് മുഴുവൻ രുദ്രഭാഗം എന്ന് സങ്കല്പിച്ചു. മഹാദേവൻ പറഞ്ഞു, ഞാൻ സത്യത്തിൽ ഈ തരത്തിലൊക്കെ ചെയ്തത് ദക്ഷന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കുക മാത്രമാണ്. അഹങ്കാരമില്ലാത്ത മനസ്സുകൊണ്ട് എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് ദക്ഷന് ആടിന്റെ തല, ഭൃഗുവിന് ആടിന്റെ രോമം, മിത്രന് ആ സൂര്യന്റെ കണ്ണുകൾ, ഭഗന് സൂര്യന്റെ കണ്ണുകൾ കൊണ്ട് മിത്രന്റെ കണ്ണുകൾ കൊണ്ട് കാണാം, പൂഷാവിന് അരച്ചതും പൊടിച്ചതും കഴിക്കാം, ദേവന്മാർക്ക് എല്ലാ തരത്തിലുള്ള ഇപ്പോ പറ്റിയിട്ടുള്ള പല ദോഷങ്ങളുണ്ട്, അതൊക്കെ തീരട്ടെ എന്നൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു. അവിടെ ചെന്നു. സന്ധീയമാനേ ശിരസി ദക്ഷോ രുദ്രാഭിവീക്ഷിത. ആ ആടിന്റെ തലയെടുത്ത് കഴുത്തിലങ്ങ് വെച്ചു. ദക്ഷൻ കണ്ണു തുറന്നു. ജീവപൂർത്തി ഉണ്ടായി. ആദ്യം കണ്ടത് ആരെയാ? സാക്ഷാൽ ദദൃശേ ചാഗ്രതോ മൃഡം സദ്യ സുപ്ത ഇവോത്തസ്ഥോ. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ എഴുന്നേറ്റു. ആ മഹാദേവനെ ഇങ്ങനെ കണ്ടു. ഏതായാലും ശിവാവലോകാദഭവൽ ശരദ്ധത ഇവാമല. വളരെ ശാന്തമായി തീർന്നു. ഈ ദക്ഷനും മഹാദേവനെ ഇങ്ങനെ കണ്ടതോടുകൂടി ഭൂയാനനുഗ്രഹവോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മൈധൃതോ യത വിപ്രലബ്ധ
ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാ തുഭ്യം ഹരേശ്ച കുത ഏവ ധൃതവ്രതേഷു. സ്തുതിക്കുന്നതിനിടയിൽ കണ്ണുകളിൽ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. ആനന്ദത്തിന്റെ കണ്ണീരുണ്ട്. അതേപോലെ സുതാം സ്മരൻ, മകളെ കുറിച്ചുള്ള ഓർമ്മ വന്നു. തന്റെ അഹങ്കാരം കൊണ്ടാണല്ലോ ആ കുട്ടി ഇപ്പതാ തന്റെ കൂടെ ഇല്ലാത്തത്. സതിയെ കുറിച്ചുള്ള ഓർമ്മകൾ. ഏതായാലും അവിടെ അങ്ങനെ സ്തുതിച്ചു. മഹാദേവനെ സ്തുതിച്ചപ്പോ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു. ധിയാ വിശുദ്ധയാ ദധ്യോ തഥാ പ്രാദുരഭൂദ്ധരി. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഈ എന്നെയും മഹാദേവനെയൊക്കെ വേറെ വേറെ കാണുന്നത് ശരിയല്ല. എല്ലാം ഒന്ന് തന്നെയാണ് എന്ന ബോധ്യത്തിലേക്കാണ് എത്തേണ്ടത്. അതുകൊണ്ട് ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് പോലെ ബ്രഹ്മാവ് സൃഷ്ടിക്കണു, ഞാൻ സംരക്ഷിക്കണു, മഹാദേവൻ ഇല്ലാതെയാക്കുന്നു. സൃജതി അവധി അതി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വേറെ വേറെ എന്ന് കാണാൻ പാടില്ല എന്ന് പറയുന്നു. ദക്ഷൻ, ഋത്വിക്കുകൾ, സദസ്യര്, മഹാദേവൻ, ഭൃഗു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ഋഷീശ്വരന്മാര്, സിദ്ധന്മാര്, യജമാനൻ, ലോകപാലന്മാര്, യോഗേശ്വരന്മാര്, അഗ്നി, ദേവന്മാര്, ഗന്ധർവന്മാര്, വിദ്യാധരന്മാര്, ബ്രാഹ്മണര് ഒക്കെ ഭഗവാനെ ഗംഭീരായിട്ട് സ്തുതിച്ചു. ത്വം ക്രതുസ്ത്വം ഹവിസ്ത്വം ഹൃതാശസ്വയം ത്വം ഹി മന്ത്രസമിദ്ദർഭപാത്രാണി ച ത്വം സദസ്യത്യുജോ ദമ്പതി ദേവതാ അഗ്നിഹോത്രം സ്വധാ സോമആജ്യം പശു ത്വം പുരാഗാം രസായാ മഹാസൂകരോ ദംഷ്ട്രയാ പത്മിനിം വാരണേന്ദ്രോ യഥാ സ്തൂയമാനോ നദല്ലീലയാ യോഗിഭിർവ്യജ്യഹർത്ത ത്രയീഗാത്ര യജ്ഞക്രതു. വേദസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കുകയാണ്. പണ്ട് അവിടുന്ന് ആ രാഹമൂർത്തിയായിട്ട് അവതരിച്ച ദംഷ്ട്രയാ പത്മിനിം വാരണേന്ദ്രോ യഥാ, ആന താമരപ്പൂ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ ഭൂമിയെ ഉദ്ധരിച്ച ഭഗവാനെ എന്നൊക്കെ സ്തുതിക്കുന്നു. ത്വം സപ്രസീദത്വമസ്മാകമാകാംക്ഷതം ദർശനം തേ പരിഭ്രഷ്ടസൽകർമ്മണാം കീർത്യമാനേ നൃഭിർനാമ്യേഷതേ യജ്ഞവിഘ്നാ ക്ഷയം യാന്തി തസ്മൈ നമഃ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. അവിടുന്ന് യാത്രയായി. ഏവം ദാക്ഷായണീ ഹിത്വാ സതീ പൂർവകളേവരം. ദാക്ഷായണിയായിരിക്കുന്ന തൻ്റെ ആദ്യത്തെ ശരീരത്തെ ഉപേക്ഷിച്ച ആ പെൺകുട്ടി പിന്നീട് യജ്ഞേ ഹിമവത ക്ഷേത്രേ മേനായാമിതി ശുശ്രൂഷ. മേനയുടെയും ഹിമവാന്റെയും പുത്രീഭാവത്തിൽ പാർവതിയായിട്ട് അവതരിച്ചു. മഹാദേവനെ, ആ പശുപതിനാഥനെ തൻ്റെ നല്ല പതിയായിട്ട് സ്വീകരിച്ചു പാർവതി എന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗ അവിടെ ഉപസംഹരിച്ചത്. അങ്ങനെ കഥ പറഞ്ഞപ്പോഴാണ് ഉദാനപാദന്റെ കഥ പറഞ്ഞത്. ഉദാനപാദന്റെ കഥ പറയുമ്പോഴാണ് നമുക്ക് ഇവിടെ ദേവഭൂതിയുടെ കഥ പറഞ്ഞു, ആകൂതിയുടെയും ഒക്കെ കഥ പറഞ്ഞു. ഇപ്പോ മറ്റൊരു കഥ പറയാണ് ഉദാനപാദന്റെ. സ്വയംഭൂമനുവിന്റെ പുത്രന്മാരിൽ ഒരാളാണ് ഉദാനപാദൻ, മറ്റൊരാളാണ് പ്രിയവ്രതൻ. ഉദാനപാദന് 2 ഭാര്യമാരാണ്. ഒന്ന് നീതിബോധത്തിന്റെ ഭാര്യ, മറ്റൊന്ന് രുചിയുടെ ഭാര്യ. നമ്മളെ പോലുള്ള ഉദാനപാദന്മാർക്കും ഏറ്റവും ഇഷ്ടം ആരെയാണ്? രുചിയാകുന്ന ഭാര്യയാണ്. നാവിന്റെ രുചിയുടെ പിന്നാലെ പോലാണ് നമുക്ക്. മനസ്സിന്റെ നീതിബോധം അത് ശരിയല്ല എന്ന് പറഞ്ഞാലും രുചിയുടെ പിന്നാലെ നമ്മൾ പോകുന്നു. ഉദാനപാദൻ എന്ന് പറഞ്ഞാൽ കാല് മുകളിലേക്കായിട്ടുള്ള ആള്. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ഉദാനപാദന്മാരാണ്. കാരണം എന്താ, നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഇഷ്ടം അങ്ങനെയാണ് അല്ലേ? അത് ഒരു പക്ഷെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന വരവ് അങ്ങനെയായിരുന്നു അല്ലേ? തല ഗർഭട്ടായിട്ടാണ് ചില ആളുകൾ. അതൊക്കെ പേറിന്റെ കാലത്താണ് അങ്ങനെ. ഇപ്പൊ കീറ് തുടങ്ങിയപ്പോൾ അത്രയും ഇല്ല. എന്നാലും എല്ലാവരും ഉദാനപാദന്മാരാണ്. അപ്പൊ നമുക്ക് ഇഷ്ടം രുചിയോടാണ്, സുരുചിയോടാണ് ഇഷ്ടം, സുനീതിയോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സുരുചിയുടെ പുത്രൻ ഉത്തമൻ, അയാൾ ഉത്തമനാണ് എന്നാണ്. നീതിബോധമോ എന്നും ധ്രുവ ശബ്ദത്തിന് യോജിച്ചതാണ്. കാരണം ധ്രുവൻ എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യമാണ്.
നീതി ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല എന്നാണ്. രുചി ചിലപ്പോ മാറി എന്ന് പറഞ്ഞേക്കാം, നീതിബോധം മാറില്ല. അത് നിയതമായി നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഈ ധ്രുവൻ എന്ന 5 വയസ്സുകാരൻ അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാൻ മോഹിച്ചു. ആ ഉണ്ണിയുടെ വിചാരം, ആ ഉണ്ണിയുടെ അപ്പോഴത്തെ നിശ്ചയം അച്ഛന്റെ മടിയിലിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ്. എന്നാൽ സുരുചി പറഞ്ഞു കൊടുത്തത് സത്യത്തിൽ മോശമായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും അതിലും നന്മയെ കണ്ടെത്താൻ സാധിച്ചു ആ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് ആ അമ്മ സുനീതി ആയത് എന്ന് ചുരുക്കം. അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാൻ പോയപ്പോ 5 വയസ്സുള്ള ഒരു കുട്ടിയെ തട്ടി മാറ്റിയിട്ട് പറഞ്ഞത് എന്താ, നിനക്ക് ഈ ഇദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരിക്കാനുള്ള അർഹതയില്ല. ആ അർഹത ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? എന്റെ മകനായിട്ട് പിറക്കണം. അതിനെന്ത് വേണം? തപസാരാധ്യ പുരുഷം തസ്യൈവാനുഗ്രഹേണമേ ഗർഭേ ത്വം സാധയാത്മാനം യദിച്ഛസി നൃപാസനം. അച്ഛന്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ ആരെ തപസ് ചെയ്യണം? ഭഗവാനെ പോയി തപസ് ചെയ്യണം. പറഞ്ഞത് ദേഷ്യത്തോടു കൂടിയാണ്, പറഞ്ഞതിന്റെ താല്പര്യം വളരെ മോശമാണ്, എങ്കിലും പറഞ്ഞത് ഭഗവാനെ ഭജിക്കാനാണ്. കുട്ടിക്ക് വല്ലാത്ത വേദന തോന്നി അത് കേട്ടപ്പോ. ചെറിയമ്മ തന്നെ പിടിച്ചു വലിച്ചങ്ങോട്ട് ഇറക്കി. ആ ഉത്തമൻ ഇരിക്കണത് പോലെ അച്ഛന്റെ മടിയിലൊന്നും ഇരിക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയമ്മ സമ്മതിച്ചില്ല. കരഞ്ഞുകൊണ്ട് തം നിശ്വസന്തം സ്ഫുരിതാധരോട്ടം സുനീതിരുത്സംഗ ഉദുഹ്യബാലം നിശമ്യ തൽപൗരമുഖാന്തിതാന്തം സാ വിവ്യതേ യദ്ഗതിതം സപത്ന്യ. തന്റെ സപത്നി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോ ആ സുനീതി തന്റെ പുത്രനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉണ്ണി ഒരിക്കലും ചെറിയമ്മ ഉണ്ണിയെ ചീത്ത പറഞ്ഞു എന്ന് തോന്നരുത്. നമ്മളൊക്കെ പറയും ചീത്ത പറഞ്ഞു എന്നാണ്. ചീത്ത പറയലില്ല, ശരിക്കും ഒക്കെ നല്ലതാണ് പറയണത്. നമ്മുടെ കാർന്നന്മാരൊക്കെ നമ്മളെ ചീത്ത പറയല്ല ചെയ്യണത്, നല്ലത് പറയുകയാണ് ചെയ്യുന്നത്. ഇത് ചീത്തയാണെന്ന് തോന്നണതാണ് ചീത്ത, നല്ലതാണ് പറഞ്ഞു തരുന്നത്. ഓരോ കാര്യങ്ങളും നല്ലത് പറഞ്ഞു തരുന്നു. ഇവിടെയും അതെ, സത്യം സുരുച്യാഭിഹിതം. ആ സുരുചി പറഞ്ഞത് സത്യമാണ്. എന്തുകൊണ്ടാണ്? നിനക്ക് അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാൻ മാത്രമല്ല, ലോകത്തിന്റെ നെറുകയിൽ കയറിയിരിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തരും. അത്രയും ആ ഭക്ത പാരിജാതമാണ് ഭഗവാൻ. ആരാധയാധോക്ഷജപാദപത്മം. ആ അധോക്ഷജന്റെ പാദപത്മങ്ങളെ ആശ്രയിക്കണമെന്നല്ലേ പറഞ്ഞത്? അജോധ്യതിഷ്ഠൽ ഖലു പാരമേഷ്ട്യം. ഉണ്ണിയുടെ മുത്തച്ഛനായിരിക്കുന്ന മുത്തച്ഛന്റെയും അച്ഛനായിരിക്കുന്ന മുതുമുത്തച്ഛൻ ആയിരിക്കുന്ന ബ്രഹ്മാവ് പാരമേഷ്ഠ്യ പദവിയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ഈ ഭഗവാനെ ആരാധിച്ചിട്ടാണ്. ഉണ്ണിയുടെ മുത്തച്ഛനായിരിക്കുന്ന മനു, ഉണ്ണിയുടെ അച്ഛനായിരിക്കുന്ന ഉത്താനപാദൻ, ഇവർക്കൊക്കെ ഈ ഭൂമിയിൽ സുഖങ്ങൾ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഇത്രയും ശ്രേഷ്ഠന്മാരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ആ ഭഗവാനെ ആരാധിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഭഗവാനെ ആരാധിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്നു. ഒരിക്കലും നമ്മുടെ ദുഃഖങ്ങൾ മറ്റൊരാൾ കാരണമാണ് എന്ന് തോന്നാൻ പാടില്ല. ധ്രുവൻ നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ധ്രുവ ചരിത്രം പറഞ്ഞു തരിക. നമ്മുടെ ദ്വിജഗീത എന്നുള്ള രീതിയിൽ കേൾക്കും. ഏകാദശ സ്കന്ധത്തിൽ അവിടെയും പറയുന്നുണ്ട്, മനഃപരം കാരണമാമനന്തി. നോക്കൂ, ഈ സുനീതി പറഞ്ഞു കൊടുത്തത് നല്ല നിലയ്ക്കായതുകൊണ്ട് ധ്രുവൻ നല്ല നിലയിലേക്ക് എത്തിച്ചു. ആ അമ്മ അതിന് പകരം എന്റെ മകനെ ചീത്ത പറയാൻ അവൾക്ക് എന്താണ് അധികാരം എന്നുള്ള ഭാവത്തിൽ ആ സുരുചിക്ക് നേരെ വാഗ്വജ്രവുമായിട്ട് അങ്ങോട്ട് ചെന്നിരുന്നെങ്കിലോ ധ്രുവൻ ഒരു നിലയിലേക്ക് എത്തില്ല. അപ്പോ മാതാപിതാക്കൾ കുട്ടികളെ ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് മോഹിക്കുന്നുണ്ടെങ്കിൽ സുനീതി ഈ ഉണ്ണിയെ താരങ്ങളുടെ ലോകത്തിലേക്ക്, അല്ലേ, സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റിയെന്നാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വടക്ക് ഭാഗത്ത് ധ്രുവ നക്ഷത്രം, ആ പോൾ സ്റ്റാർ ആയിട്ട് മിന്നിത്തിളങ്ങുന്ന ധ്രുവനെ. അമ്മയുടെ വാക്ക് കേട്ടു, ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടതെന്ന് ഉറപ്പിച്ചു. അതിന് കാട്ടിൽ പോയി ഭജിക്കണം എന്ന് ഉണ്ണി പലപ്പോഴായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണി അവിടെ ഇറങ്ങി നടന്നത്.
ആരും അറിഞ്ഞില്ല ഉണ്ണി പോയത്. അറിയേണ്ട ഒരാൾ അറിഞ്ഞു, അയാൾ ഒരാളെ പറഞ്ഞയച്ചു. അതാണ് നാരദ മഹർഷി. നാരദ മഹർഷി നമുക്ക് മറ്റൊന്നുകൂടി കാണിച്ചു തരികയാണ്. പല രൂപത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവാം ഭഗവത് ഭജനത്തിന്. എന്നാൽ അതിനെയൊക്കെ തട്ടി മാറ്റി ഭഗവത് ഭജനം ഞാൻ ചെയ്യും എന്ന ഒരു ഉറച്ച മനസ്ഥിതി ഉണ്ടാവുക, ആ നിശ്ചയദാർഢ്യം ഉണ്ടാവുക, അത് കാണിച്ചു തരാം. നാരദൻ ആദ്യമൊക്കെ പറഞ്ഞു നോക്കി, ഉണ്ണി കാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്രൂര മൃഗങ്ങൾ ഉണ്ടാവും, മഴയുണ്ടാവും, വെയിലുണ്ടാവും, കാറ്റുണ്ടാവും എന്ന് വേണ്ട. ഉണ്ണിക്ക് കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ കൂടെ കിടക്കുന്ന ഉണ്ണിക്ക് രാത്രി ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. ഉണ്ണിക്ക് പേടിയാവില്ലേ? അപ്പൊ പറഞ്ഞു, അതൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും മഹർഷി, എനിക്ക് ഭഗവാനെ ഭജിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നാരദന് വലിയ സന്തോഷമായി. ഇതാണ് ധ്രുവൻ എന്ന വാക്കിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ഈ ഭക്തൻ എന്ന് നാരദ മഹർഷിക്ക് നല്ലോണം ബോധ്യമായി. അതുകൊണ്ട് ആ നാരദ മഹർഷി ഉണ്ണിയുടെ അടുത്ത് ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് ആ ഉണ്ണിയുടെ ചെവിയിലേക്ക് പതുക്കെ പറഞ്ഞു കൊടുത്തു, ഓം നമോ ഭഗവതേ വാസുദേവായ. ആ ഭഗവാനെ ഉണ്ണി മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചോളൂട്ടോ. പ്രസാദാഭിമുഖം ശശ്വൽ പ്രസന്നവദനേ ക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയാംഗമരുണോഷ്ഠേക്ഷണാധരം പ്രണതാശ്രയണം നൃംണം ശരണ്യം കരുണാർണവം ശ്രീവത്സാംഗം ഘനശ്യാമം പുരുഷം വനമാലിനം കിരീടിനം കുണ്ടലിനം. ഉണ്ണിക്ക് ആ സ്വരൂപം മനസ്സിലെ അക്ഷരങ്ങളെ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഏറ്റവും എളുപ്പത്തിലുള്ള മന്ത്രവും പറഞ്ഞു കൊടുത്തു. ഉണ്ണി മഹർഷിയെ നമസ്കരിച്ച് നേരെ കാട്ടിലേക്ക് പോയി. പുണ്യം മധുവനം. മധുവനത്തില് കാളിന്തിയുടെ തീരത്ത്, യമുനയുടെ തീരത്ത് മധുവനത്തിൽ ചെന്ന് ഗംഗ ആ കാളിന്തിയിൽ മുങ്ങിക്കുളിച്ച് നേരെ അവിടെ ഒരു കല്ലെടുത്ത് വെച്ചു. ഇത് ഈശ്വരനാണെന്ന് സങ്കല്പം ചെയ്തു. അതിന്റെ മുമ്പിൽ കുറച്ച് ഫലമൂലാദികളൊക്കെ പൊട്ടിച്ചു കൊണ്ടുവച്ചു. അവിടുന്ന് ഭജനം ആരംഭിച്ചു. ഓരോ മാസത്തിലും 3 ദിവസങ്ങൾ കൂടി വന്ന് ആദ്യത്തെ മാസത്തിൽ ഫലമൂലാദികൾ 3 ദിവസം കൂടുമ്പോഴാണ് കഴിച്ചതെങ്കിൽ രണ്ടാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോ ഇതൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരിക എന്നുള്ള കർമ്മം പോലും ഉപേക്ഷിച്ചു. വീണ് കിടക്കുന്ന ഇലയോ പുല്ലോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പടക്കി. അങ്ങനെയൊക്കെ സാധിക്കുമോ? സാധിക്കുന്നതാണ്. നിശ്ചയദാർഢ്യമുള്ള ആളുകൾക്ക് സാധിക്കും. നമുക്ക് എത്ര കഴിച്ചിട്ടും മതിയാവുന്നില്ല, അല്ലേ? ഭഗവാൻ ഭജനത്തിന് പോകുന്നത് തന്നെ അതിനാണ്. ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ കയറാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോണത് തന്നെ. അപ്പൊ അതൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂം എടുക്കാൻ പുറപ്പെട്ടു, റൂമിന് AC ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോണ്ടെന്ന് വിചാരിക്കും. പല ആളുകളും ഇപ്പൊ പറയാറുണ്ട്, അയ്യോ ഇനി ഗുരുവായൂരൊന്നും ഞാൻ പോണില്ല, എന്തൊരു തിരക്കാണ്, അയ്യോ എന്നാണ്. മറ്റു ചില ആളുകൾ പറയണത് എന്താ, അവിടെ തിരക്കുള്ളത് കൊണ്ട് എനിക്ക് 4 മണിക്കൂർ ഗുരുവായൂരപ്പന്റെ മതിൽക്കകത്ത് കഴിയാൻ സാധിച്ചു. എന്തൊരു ഭാഗ്യം. അപ്പൊ ഒരേ കാര്യത്തെ തന്നെ നമുക്ക് 2 രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, 2 രൂപത്തിൽ സ്വീകരിക്കാം. അതുകൊണ്ട് എനിക്ക് 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ട് ഭഗവാന്റെ ആ വളരെ വിശേഷമായിട്ടുള്ള 12ാം അധ്യായം വായിക്കാൻ സാധിച്ചു, വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിച്ചു, അഷ്ടോത്തരം ജപിക്കാൻ സാധിച്ചു, ഭുജംഗപ്രയാഗം ചൊല്ലാൻ സാധിച്ചു, നിരവധി ഭക്തന്മാരെ കാണാൻ സാധിച്ചു, ഭഗവാന്റെ ശിവേലി തൊഴാൻ സാധിച്ചു. ഇതൊക്കെ വലിയ ഭാഗ്യമാണ് എന്ന് കരുതാറായി കഴിഞ്ഞാൽ, ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പറയും, ഇല്ലേ ഞാൻ വിചാരിച്ചില്ല, കഴിഞ്ഞ തവണ പോയപ്പോ 4 മണിക്കൂർ നിന്നു, ആ സമയത്ത് ഇതൊക്കെ ജപിച്ചു, പക്ഷെ ഇത്തവണ ഭഗവാൻ വേഗം കടത്തി വിട്ടു, ചെന്നപ്പോ ഒരു തിരക്കൂല്ല. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഏതാണ് നമ്മള് ഭഗവാൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, അപ്പൊ പിന്നെ ഭഗവാൻ കൊണ്ടുകൊടുക്കും. മഹാബലി അങ്ങനെയാണ്, അല്ലെ? എല്ലാം ഭഗവാനെ സമർപ്പിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, എങ്കിൽ നിന്റെ കാവക്കാരനായിട്ട് ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. അത്രയും കാരുണ്യ സ്വരൂപനാണ് ഭഗവാൻ. ഇവിടെ ധ്രുവൻ തപസ് തുടങ്ങി 5ാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോഴേക്കും കണ്ണുകൾ അടച്ച് ജിതേന്ദ്രിയനായി ജിതശ്വാസനായി ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയപ്പോ, ആന കയറി വഞ്ചി പോലെ ഭൂമി ഇളകാൻ തുടങ്ങിയപ്പോ
ദേവന്മാര് ഭഗവാന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, ആ ഉണ്ണിയെ തപസ്സിൽ നിന്ന് ഉണർത്തണേ. പ്രാപ്താവയം ത്വാം ശരണം ശരണ്യം വിധേഹി തന്നോപതിനാൽ വിമോക്ഷം. വേണ്ടത് ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. അവിടെ മുമ്പിൽ ഭഗവാൻ വന്നു നിന്നു. ധ്രുവൻ അറിയണില്ല, എല്ലാം മറന്ന് ഭഗവാന്റെ സ്വരൂപത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട് നാരദൻ വരച്ച ചിത്രം തന്റെ ഹൃദയത്തിൽ ഇപ്പൊ ഭംഗിയായിട്ട് ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ട്. അതിങ്ങനെ കണ്ടുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണി പെട്ടെന്ന് മനസ്സിലാക്കുന്നു തന്റെ ഉള്ളിലുള്ള ചൈതന്യം കാണാതെയായി. തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. താൻ ഉള്ളിൽ കണ്ടത് തന്നെ ഇപ്പതാ പുറത്ത് കാണാമായിരിക്കും. ഗരുഡാധിരൂഢനായി ആകാശവീതിയിൽ അനുഗ്രഹ കിരണങ്ങൾ തന്നിലേക്ക് പതിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാൻ ഇങ്ങനെ കണ്ട് കാക്കൽ വീണ നമസ്കരിച്ചു. എന്നിട്ടോ ആ കണ്ഠം നിന്ന് ഇടറി ഉണ്ണിയത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാൻ പോലും ആകുന്നില്ല. അങ്ങനെയുള്ള തനിക്ക് ഒരു 5 വയസ്സുകാരന് എന്തുകൊണ്ടാണ് ഭഗവാനെ ഭജിക്കേണ്ടത് അറിയണില്ല. ഭഗവാന് മനസ്സിലായി. എങ്കിൽ ആ പസ്പർശ ബാലം കൃപയാക്ക പോലെ ബ്രഹ്മമയേന കമ്പുന, നദബ്രഹ്മമായിരിക്കുന്ന ആ ശംഖ് കൊണ്ട് ഉണ്ണിയുടെ കപോലത്തിൽ ഒന്നിങ്ങനെ തൊട്ട് ആ കണ്ഠത്തിലൂടെ ഒന്നിങ്ങനെ സ്പർശിച്ചപ്പോഴേക്കും കണ്ഠത്തിൽ നിന്നും ഉള്ളിൽ പരാ തുടങ്ങിയ പല രൂപത്തിൽ വാക്കുകൾ നിൽക്കുന്നു. അത് വൈഖരിയായി പുറത്തേക്ക് വരുന്നു. ആ വാക്കുകളെ കൊണ്ട്, ആ വൈഖരി കൊണ്ട് വൈകുണ്ഠമൂർത്തിയെ 12 ശ്ലോകങ്ങളെ കൊണ്ട് ഗംഭീരമായിട്ട് സ്തുതിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ ദ്വാദശാക്ഷരിക്ക് തുല്യമായി, ദ്വാദശാദിത്യ തുല്യമായിരിക്കുന്ന സ്തോത്രങ്ങളെ കൊണ്ട്, ശ്ലോകങ്ങളെ കൊണ്ട് ഉത്തമ ശ്ലോകനായ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോഴേക്കും ധ്രുവന്റെ ഉള്ളിലെ ശോകം മുഴുവൻ ഇല്ലാതെയായി തോന്നി. ധ്രുവന് മനസ്സിലായി, എന്റെ ഉള്ളിൽ വാക്കായി നിൽക്കുന്നത് ഭഗവാനാണ്, എന്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാനാണ് എന്ന് യോഗീശ്വരന്മാർ എത്രയോ കാലത്തെ ഭജനം കൊണ്ട് നേടിയെടുക്കുന്ന ബോധത്തിലേക്ക്, ബുദ്ധി തലത്തിലേക്ക് ധ്രുവനെ എത്തിച്ചു ഭഗവാൻ. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പിന്നെന്താ പ്രാർത്ഥിച്ചത്? ഭക്തി മോഹം. എന്നെന്നും എനിക്ക് ഭക്തി ഉണ്ടാവണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചു. ധ്രുവനോട് പറഞ്ഞു, 36,000 വർഷം നീ രാജ്യഭാരം ചെയ്യാം. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. ഉത്തമൻ യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടും. ഉത്തമനെ അന്വേഷിച്ചു പോകുന്ന സുരുചിയും ഭക്തദ്രോഹം എന്നുള്ള പാപം കൊണ്ട് കാട്ടുതീയിൽ ദഹിക്കും. നീ അവസാനം എന്നിലേക്ക് തന്നെ എത്തിച്ചേരും, എൻ്റെ ലോകത്തിലേക്ക് എത്തും. സപ്തർഷികൾക്കും മുകളിലുള്ള ധ്രുവലോകം എൻ്റെ ലോകം തന്നെയാണ്, അവിടേക്ക് നീ എത്തിച്ചേരുന്നു പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. ധ്രുവൻ തിരിച്ചു വരുന്ന രംഗം ഉദാനപാദൻ, സുരുചി, സുനീതി എന്നിവരോടുകൂടി ഉത്തമനോടുകൂടി സ്വീകരിച്ചു. അച്ഛൻ്റെ പാദങ്ങളിൽ തൻ്റെ ഗുരുഭൂതയായിരിക്കുന്ന ആ സുരുചി മാതാവിൻ്റെ പാദങ്ങളിൽ, പിന്നെ തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ പാദങ്ങളിലൊക്കെ വീണ് നമസ്കരിച്ചു. ഉദാനപാദൻ ധ്രുവനെ രാജ്യാഭിഷേകം ചെയ്ത് ചക്രവർത്തിയാക്കി. അവിടെ നിന്ന് അതിനിടയിൽ ഉത്തമൻ ഭഗവാൻ പറഞ്ഞതുപോലെ യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഹത പുണ്യജനേനാദ്രോ തൻ മാതാസ്യഗതിം ഗത. അവിടെ ആ സുരുചിയും കാട്ടുതീയിൽ ദഗ്ധയായി തീർന്നു എന്ന് പറയുന്നു. അവിടുന്ന് ധ്രുവൻ യുദ്ധത്തിനായിട്ട് ചെന്നു, അവരെ തോൽപ്പിക്കണം. ആ ഗന്ധർവന്മാരെ തോൽപ്പിക്കാൻ പുറപ്പെടുന്ന ധ്രുവന് ഒരിക്കലൊന്ന് പിഴച്ചു എന്നാണ്. ധ്രുവന് തോൽവി സംഭവിക്കും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴേക്കും നാരദ മഹർഷി ചെന്ന് നാരായണാസ്ത്രത്തെ ഉപദേശിച്ചു. അതോടുകൂടി വീണ്ടും വിജയക്കൊടി പാറിക്കാൻ ധ്രുവന് സാധിച്ചു. യുദ്ധം അവസാനിക്കണില്ല. സ്വയംഭൂമനും യക്ഷന്മാരുടെ ആ നേതാവായിരിക്കുന്ന കുബേരനോടുകൂടി വന്ന് യുദ്ധം നിർത്താനായിട്ട് അപേക്ഷിക്കണം.
വാക്കുകൾ സ്വീകരിച്ച ധ്രുവൻ യുദ്ധം നിർത്തി. സമ്പത്തിന്റെ അധിപതിയായ കുബേരൻ ചോദിച്ചു, എന്താ വേണ്ടത് വരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ ഭഗവാനോട് ഭക്തി മുഹുപ്രവഹ, എന്നെന്നും ഭക്തി ഉണ്ടാവണേ എന്നൊരു വരം മാത്രം മതി എന്ന് പറയുന്ന ധ്രുവൻ എന്ന ശ്രേഷ്ഠനായ ഭക്തൻ. ഭഗവാൻ പറഞ്ഞതുപോലെ രാജ്യഭാരമൊക്കെ കഴിഞ്ഞ് അവസാനം വിഷ്ണു പാർഷദന്മാർ കൊണ്ടുവരുന്ന വിമാനത്തിലേക്ക് കയറാൻ പുറപ്പെടുകയാണ് ധ്രുവൻ. അപ്പോഴാണ് മൃത്യുദേവൻ ഓടി വന്ന് വീണകൻ നമസ്കരിച്ചു. തദോത്താനപദ പുത്രോ ദദർശാന്തകമാഗതം മൃത്യോർമൂർധ്യപദം ദത്വാ ആരുരോഹാത്ഭുതം ഗൃഹം. മൃത്യുദേവന്റെ ശിരസിൽ ചവിട്ടി വിമാനത്തിലേക്ക് കയറി വിഷ്ണുപദത്തിലേക്ക് എത്തി. വിഷ്ണുപദത്തിലേക്ക് എത്തുന്ന ഓരോരുത്തരും മൃത്യുദേവന്റെ ശിരസിൽ ചവിട്ടിയിട്ടാണ് അവിടെ എത്തുക. കാരണം പിന്നീട് ഒരു മരണമില്ല, അതുകൊണ്ട് തന്നെ ഒരു ജനനവുമില്ല. പുനരാവർത്തിരഹിതമായ മോക്ഷം, അതാണ് വിഷ്ണുപദം എന്നുള്ളത്. ആ വിഷ്ണുപദത്തിലേക്ക് പോകുന്ന ധ്രുവൻ വിഷ്ണു പാർഷദന്മാരോട് പറഞ്ഞു, എനിക്ക് ഒരാളെ കൂടി കൊണ്ടുപോകാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ദർശയാമാസ ദുർദേവീം പുരോ യാനേന ഗച്ഛതിം. അമ്മയല്ലേ, അമ്മേതാ, ഞങ്ങൾ മറ്റൊരു വിമാനത്തിൽ മുമ്പേ പറഞ്ഞയച്ചു, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സുനീതി മറ്റൊരു വിമാനത്തില് ആ ധ്രുവപദത്തിലേക്ക് എത്തിച്ചേർന്നു. തൻ്റെ മകനെ നേർവഴിക്ക് പറഞ്ഞയച്ച ആ അമ്മയ്ക്കും ഭഗവാൻ വിഷ്ണുപദം നൽകി അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ആ രംഗത്തോടുകൂടി നമ്മൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇവിടെ മൈത്രേയ മഹർഷി പറഞ്ഞു, ഈ കഥ പ്രചേതസ്സുകളുടെ സത്രയാഗത്തിൽ വെച്ചാണ് പറഞ്ഞത്, ഈ നാരദ മഹർഷി കഥ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴാണ് വിതുരൻ ഈ സംശയം മൈത്രേയ മഹർഷിയുടെ അടുത്ത് പങ്കുവച്ചു. ആരാണ് പ്രചേതസ്സുകൾ? കേതേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുബ്രത കസ്യ അന്വവായ പ്രഖ്യാത പുത്രവ സത്രമാസത. ഏത് സമയത്താണ് എവിടെയാണ് സത്രമുണ്ടായത് എന്നൊക്കെ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് പിന്നീട് വേനന്റെ കഥ, പൃഥുവിന്റെ കഥ, പ്രാചീന ബർഹിസിന്റെ കഥ. ആ കഥ പറയുമ്പോൾ പ്രാചീന ബർഹിസിന്റെ പുത്രന്മാരായ പ്രചേതസ്സുകളുടെ കഥ ഒക്കെ പറയുന്നത്. ഇപ്പോഴാണ് പുരഞ്ജനോപാഖ്യാനം എന്നുള്ള രംഗമൊക്കെ നമുക്ക് അനുസ്മരിക്കാം. വൈകുന്നേരം ഭദ്രകാളി പ്രാദുർഭാവം, മുമ്പ് പറഞ്ഞതുപോലെ ചുവന്ന പട്ട്, ചുവന്ന പൂക്കൾ, ചുവന്ന മാലകൾ, ചെമ്പരത്തി മാല, തെച്ചിപ്പൂമാലയൊക്കെ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. പറ നിറയ്ക്കുന്നത് വിശേഷമാണ്. അതേപോലെ ഭഗവതിക്ക് നിവേദ്യമായിട്ട് കടുംബായസം സമർപ്പിക്കുന്നത് വിശേഷമാണ്. ആത്മസമർപ്പണം, എന്ത് സമർപ്പിക്കുമ്പോഴും അതിനോടൊപ്പം നിഷ്കാമമായ ഭക്തി ഉണ്ടാവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭക്തിയോടുകൂടി യഥാശക്തി, ശക്തി എല്ലാവർക്കും ഒരുപോലെയല്ല, ഭക്തി നമുക്ക് എല്ലാവർക്കും ആ നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് നമ്മൾ പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ എന്നെന്നും ശ്രദ്ധയുണ്ടാവുക, ഭഗവത് കീർത്തനങ്ങൾ ഉറക്കെ പാടുക, നാമം ജപിക്കുക, കഥകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഭക്തി ഉണരും. അങ്ങനെ ഭക്തിയോടുകൂടി ഇതിലൊക്കെ പങ്കുചേരണം എന്ന് പ്രത്യേകം എല്ലാവരെയും അഭ്യർത്ഥിക്കുന്നു.